നിങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാ സമയത്തും ഒരേപോലെയാണോ? നിങ്ങളുടെ സംസാര രീതി എല്ലാ സമയത്തും ഒരേപോലെയാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ. എന്താ കാരണം? നിങ്ങൾ പാരന്റ്സുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നുണ്ടാവുക. അതുപോലെയല്ലോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടാവും. അവരുടെ ഇടവപ്പാട ബന്ധമുള്ള ആൾക്കാരായിരിക്കും, അവരോട് ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ വൈഫിനോട് സംസാരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും, നിങ്ങളുടെ അനുജത്തിയുമായിട്ട് സംസാരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും, അല്ലെ? നിങ്ങളുടെ കുട്ടിയോട് സംസാരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പല രീതിയിൽ സംസാരിക്കേണ്ടി വരും. അതനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഇതേപോലെ നമ്മുടെ ബിസിനസ്സിലായാലും ശരി, നമ്മുടെ ലൈഫിലായാലും ശരി, ലീഡർഷിപ്പിന് 3 റോളുകളാണ് പ്രധാനമായിട്ടുള്ളത്. 3 ടൈപ്പ് ലീഡർഷിപ്പാണ് ഉള്ളത്. ഒന്നാമത് അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത ഈ ആർമി ടൈപ്പ് ലീഡർഷിപ്പാണ്. ആർമിയിൽ ക്യാപ്റ്റൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് പോയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചോദ്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല, ക്യാപ്റ്റൻ എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. ആൾ പറയും, അതെല്ലാവരും കൂടിയിട്ട് അങ്ങ് അനുസരിക്കുക എന്നുള്ള രീതി. ഈ രീതിയിലുള്ള ലീഡർഷിപ്പ് പല സമയത്തും നമുക്ക് ആവശ്യം വരും. മറ്റൊന്ന് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളും കൂടി ഇറങ്ങി നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണത്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു സേവനവാരം നടക്കാന്ന് വിചാരിച്ചോ, ഒരു റോഡ് വെട്ടാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങളാണ് അതിൽ ലീഡർ എന്ന് വെച്ചിട്ട് നിങ്ങൾ മാറി നിന്നിട്ട് എല്ലാവരോടും റോഡ് വെട്ടാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങളും കൂടി മുന്നിട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് റോഡ് വെട്ടാണ്. അതൊരു പാർട്ടിസിപ്പേറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഡെലിഗേറ്റീവ് ലീഡർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് സാധാരണ കളിക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സൈറ്റ് എഞ്ചിനീയർ നിൽക്കുന്നുണ്ടാവുമല്ലോ. ആൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൾ അതിന്റെ വർക്കുകൾ ഓരോന്നെടുത്ത് ചെയ്യുന്നതല്ല ചെയ്യുന്നത്. ആള് ഓരോരുത്തർക്കും വർക്ക് കൃത്യമായിട്ട് അസൈൻ ചെയ്തിട്ട് ആ വർക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതും ഒരു ലീഡർഷിപ്പാണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതെല്ലാം എല്ലാ സമയത്തും ആവശ്യം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് പെരുമാറുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ഓക്കെ, ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴത്തൊരു നമ്പർ ഉണ്ട്, അതിനകത്തൊന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.